Dear students, we are going to discuss about the topic deviation of actual gas turbine cycle from Brayton cycle. ഇവിടെ കാണിച്ചിരിക്കുന്നത് ബ്രേട്ടൺ സൈക്കിളിൻ്റെ TS ഡയഗ്രമാണ്. ഇത് ഐഡിയൽ കേസാണ്. ഐഡിയൽ ബ്രേട്ടൺ സൈക്കിളിൻ്റെ TS ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ എടുത്തിരിക്കുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് ദ കംപ്രഷൻ പ്രോസസ് ഇൻ ദ കംപ്രസർ ആൻഡ് എക്സ്പാൻഷൻ ഇൻ ദ ടർബൈൻ ആർ ഐസെൻട്രോപ്പിക് പ്രോസസ്. ഇതിൽ പ്രോസസ് 1-2 ഇതാണ് കംപ്രഷൻ, പ്രോസസ് 3-4 ആണ് ടർബൈനിലെ എക്സ്പാൻഷൻ പ്രോസസ്. കംപ്രഷൻ പ്രോസസ്സും എക്സ്പാൻഷൻ പ്രോസസ്സും ഐസെൻട്രോപ്പിക് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് ഐഡിയൽ ബ്രേട്ടൺ സൈക്കിളിൽ. അതുകൊണ്ടാണ് ഈ 1-2 എന്ന പ്രോസസ്സ് TS ഡയഗ്രത്തിൽ വെർട്ടിക്കൽ ലൈനായിട്ടും അതേപോലെ 3-4ഉം വെർട്ടിക്കൽ ലൈനായിട്ട് TS ഡയഗ്രത്തിൽ കാണുന്നത്. ഓക്കെ, ഐസെൻട്രോപ്പിക് എന്ന് വെച്ചാൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സാണ്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല. എല്ലാ പ്രോസസ്സും നോൺ ഐസെൻട്രോപ്പിക് ആണ് പ്രാക്ടിക്കൽ കേസിൽ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു അസംഷനിൽ ഉള്ള TS ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഐഡിയൽ ബ്രേട്ടൺ സൈക്കിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നുള്ള ഡീവിയേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ആക്ച്വൽ ബ്രേട്ടൺ സൈക്കിൾ TS ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ എഫക്ട്സ് വിത്തിൻ കംപ്രസർ ആൻഡ് ടർബൈൻ, the actual work input to the compressor is more than isentropic work. The actual work output of the gas turbine is less than isentropic work. ഓക്കെ, ഇതിൽ 1-2 എന്ന് പറയുന്ന പ്രോസസ്സ് ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. 1-2' എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോസസ്സാണ്. ഓക്കെ, ഈ ഐസെൻട്രോപ്പിക് കംപ്രസർ വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ആക്ച്വൽ വർക്കിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, ഐസെൻട്രോപ്പിക് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയൽ പ്രോസസ്സാണ്. അതിലായിരിക്കും മിനിമം കംപ്രസർ വർക്ക് ഉണ്ടാവുക. ആക്ച്വൽ കേസിൽ കംപ്രസർ വർക്ക് എന്ന് വെച്ചാൽ ഐസെൻട്രോപ്പിക് വർക്കിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ടർബൈനിലോട്ട് വരുന്ന സമയത്ത് പ്രോസസ് 3-4 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനാണ്. 3-4' എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ്പാൻഷനാണ്. അതിൽ വർക്ക് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഐസെൻട്രോപ്പിക് വർക്കായിരിക്കും കൂടുതൽ. ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് വർക്കിനെക്കാട്ടിയും കുറവായിരിക്കും. ഓക്കെ, ഏതൊരു പ്രോസസ്സ് നടക്കുന്ന സമയത്തും എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ഈ 1-2 ആ പ്രോസസ്സ് നോക്കിയാൽ മനസ്സിലാവും ഇത് ആക്ച്വൽ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്, എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുകയാണ്. അതേമാതിരി 3-4' എന്താ, 3-4ൽ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്, 3-4' എൻട്രോപ്പി ഇൻക്രീസ് ചെയ്തു. 3 കറസ്പോണ്ടിങ് എൻട്രോപ്പി ഇവിടെ വരും, 4' കറസ്പോണ്ടിങ് എൻട്രോപ്പി ഇവിടെ വരും. ഒരു ഇൻക്രീസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാ ആക്ച്വൽ ഫീസിബിൾ പ്രോസസ്സിലും എൻട്രോപ്പി ഇൻക്രീസ് ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ്സിലൊക്കെ എൻട്രോപ്പി ഇൻക്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഡിഫൈൻ ചെയ്യുന്നത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ. കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ηc = ഐസെൻട്രോപ്പിക് വർക്ക് ഇൻപുട്ട് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. അതായത് ഐസെൻട്രോപ്പിക് വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1-2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വർക്ക് ഇൻപുട്ടാണ്. ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് 1-2' കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അതിൻ്റെ റേഷ്യോ ആണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ എന്ന് പറയുന്നത്. ഇതിൽ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് വർക്ക് ഇൻപുട്ടിനെക്കാട്ടും കൂടിയ വാല്യൂ ആയിരിക്കും. ഇക്വേഷൻ നോക്കുന്ന സമയത്ത് H2 - H1 ഡിവൈഡ് ബൈ H2' - H1. ഓക്കെ, പ്രോസസ്സ് നോക്കിയാൽ അത് എഴുതാൻ വേണ്ടി പറ്റും. ഐസെൻട്രോപ്പിക് വർക്ക് വെച്ചാൽ 2-1 ആണ്. അതുകൊണ്ട് H2 - H1. ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് 1-2' ആണ്. അതുകൊണ്ട് H2' - H1. ഇനി H2 എന്താ, ഇത് ഇക്വേഷൻ മാറ്റി ചെയ്യുന്ന സമയത്ത് CP × T2 - T1 ഡിവൈഡ് ബൈ CP × T2' - T1. CP ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസർ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ηc = T2 - T1 ഡിവൈഡ് ബൈ T2' - T1. അടുത്തത് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ. പ്രോസസ് 3-4നെ കൺസിഡർ ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ അങ്ങനെ വരും ηt = ആക്ച്വൽ വർക്ക് ഔട്ട്പുട്ട് ബൈ ഐസെൻട്രോപ്പിക് വർക്ക് ഔട്ട്പുട്ട്. ആക്ച്വൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3-4' ആണ്, ഐസെൻട്രോപ്പിക് പറഞ്ഞാൽ 3-4 ആണ്. ടർബൈൻ്റെ കേസിൽ വർക്ക് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഐസെൻട്രോപ്പിക് ആയിരിക്കും പ്രോസസ്സിലായിരിക്കും കൂടുതൽ വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുക. അതായിരിക്കും ഹയർ വാല്യൂ ഉണ്ടാവുക. ആക്ച്വൽ വർക്ക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ H3 - H4' ആണ്. ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത് H3 - H4 ആണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചറിൻ്റെ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ CP × T3 - T4' ഡിവൈഡ് ബൈ CP × T3 - T4. CP ക്യാൻസൽ ചെയ്താൽ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ ηt = T3 - T4' ഡിവൈഡ് ബൈ T3 - T4
ഡയഗ്രം നോക്കി ഓരോ പ്രോസസ്സിൻ്റെ ടേമിൽ ഡയറക്റ്റ് എഴുതാൻ വേണ്ടി പറ്റുന്ന റിലേഷൻസ് ആണ്. അടുത്തത് അനാലിസിസ് ഓഫ് ആക്ച്വൽ സൈക്കിൾ. ഓക്കെ, ഇനി ആക്ച്വൽ പ്രോബ്ലത്തിലൊക്കെ ആക്ച്വൽ സൈക്കിളാണ് തന്നിട്ടില്ലെങ്കിൽ കംപ്രസർ വർക്ക് കണ്ടുപിടിക്കേണ്ട അങ്ങനെയാണ്. CP ഇൻറ്റു T2- T1 എടുക്കണം. ഓക്കെ, T2 - T1 അല്ല, ആക്ച്വൽ കേസാണ് തന്നിരിക്കുന്നെങ്കിൽ CP ഇൻറ്റു T2- T1 എടുക്കണം. അതേമാതിരി വർക്ക് ഡൺ ബൈ ദ ടർബൈൻ എന്താ, CP ഇൻറ്റു T3 - T4- എടുക്കണം. ഹീറ്റ് സപ്ലൈഡ് എന്തായിരിക്കും, CP ഇൻറ്റു T3 - T2- ആണ്. ഓക്കെ, ഇനി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ എന്താ WT - WC എന്താണ്, നെറ്റ് വർക്ക് ഔട്ട്പുട്ട് കിട്ടി ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് ചെയ്യുന്നതിൽ എഫിഷ്യൻസി ആയി. അതായത് എഫിഷ്യൻസി ഓഫ് ആക്ച്വൽ സൈക്കിൾ ഈസ് ഈക്വൽ ടു WT - WC ഡിവൈഡ് ബൈ Q in. അടുത്തൊരു സാമ്പിൾ പ്രോബ്ലം നോക്കാം. എയർ എൻറ്റേഴ്സ് ദി കംപ്രസർ ഓഫ് ആൻ ഓപ്പൺ സൈക്കിൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഗ്യാസ് ടർബൈൻ at a pressure of 1 bar and temperature of 30 degree centigrade. The pressure of air after compression is 5. The isentropic efficiency of compressor and turbine are 80% and 85% respectively. The air fuel ratio used is 80:1. If the flow rate of air is 3 kg per second, find first one power developed, second one thermal efficiency of cycle. Take calorific value of fuel as 42,000 kilojoule per kilogram. Assume CP is equal to 1.005 kilojoule per kilogram Kelvin and gamma for 1.4 air and gases. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ ക്വസ്റ്റ്യനിൽ ഇൻപുട്ട് നോക്കിയാൽ മനസ്സിലാവും. ടർബൈൻ എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്, അതേമാതിരി കംപ്രസർ എഫിഷ്യൻസിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും, അതൊരു ആക്ച്വൽ സൈക്കിളായിരിക്കും പ്രോബ്ലം ചെയ്യേണ്ടത്. ആക്ച്വൽ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്, ഐഡിയൽ സൈക്കിളല്ല. ഐഡിയൽ കേസിൽ ഈ രണ്ട് വാല്യൂസും തന്നിട്ടുണ്ടാവില്ല. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് TS ഡയഗ്രാം വരക്കുന്ന സമയത്ത് ആക്ച്വൽ സൈക്കിളിന് വേണം വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആക്ച്വൽ സൈക്കിളിൻ്റെ TS ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി ഇൻപുട്ട് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, 1 എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ P1 = 1 bar, T1 = 30 degree centigrade. അതിൻ്റെ പ്രഷർ ആഫ്റ്റർ കംപ്രഷൻ തന്നിട്ടുണ്ട് P2 = 5 bar. അതേപോലെ കംപ്രസർ എഫിഷ്യൻസി 80%, ടർബൈൻ എഫിഷ്യൻസി 85%. എയർ ഫ്യൂൽ റേഷ്യോ തന്നിട്ടുണ്ട്, മാസ് ഓഫ് എയർ ബൈ മാസ് ഓഫ് ഫ്യൂൽ 80 തന്നിട്ടുണ്ട്. മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ 3 kg/s തന്നിട്ടുണ്ട്. കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂൽ 42,000 kilojoule per kilogram. അതേപോലെ CP വാല്യൂ ഗാമ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി പ്രോസസ് 1-2 കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് 2' എന്ന് പറഞ്ഞ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഡയറക്റ്റ് കണ്ടുപിടിക്കാനാവില്ല. പക്ഷേ പ്രോസസ് 1-2 എന്താണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് ആണ്. അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അഡയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരിക്കലും പ്രോസസ് 1-2' അഡയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. പ്രോസസ് 1-2 അതായത് ഐസെൻട്രോപ്പിക് പ്രോസസ്സിന് മാത്രമേ അഡയബാറ്റിക് റിലേഷൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്രോസസ് 1-2ന് അഡയബാറ്റിക് റിലേഷൻ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, P1/T1 gamma by gamma minus 1 is equal to P2/T2 gamma by gamma minus 1. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, T2 is equal to T1 into P2/P1 gamma minus 1 by gamma. ന്യൂമറിക്കൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ T2 ഇവിടുത്തെ ടെമ്പറേച്ചർ കിട്ടി. T2 is equal to 479.89 Kelvin. ഇനി ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് കംപ്രസർ. കംപ്രസറിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഇക്വേഷൻ വെച്ചിട്ട് വേണം T2' ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, 2' ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഡയറക്റ്റ് അഡയബാറ്റിക് റിലേഷൻ ഗാമ വരുന്ന റിലേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ηC is equal to ഐസെൻട്രോപ്പിക് വർക്ക് ബൈ ആക്ച്വൽ വർക്ക്, T2 - T1 by T2' - T1. ഇവിടെ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ, അത് T2' ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, T2' is equal to 524.11 Kelvin. ഓക്കെ, ഇനി കംപ്രസർ വർക്ക് പെർ കിലോഗ്രാം ഓഫ് എയർ കണ്ടുപിടിക്കുക. കാരണം എന്താ, കംപ്രസർ വർക്ക് കണ്ടുപിടിക്കാൻ ഏത് ടെമ്പറേച്ചർ മതി, ഇതാണ് 1-2' ആണ് കംപ്രസർ വർക്ക്. 2'ലെയും 1ലെയും ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്താണ് കംപ്രസർ വർക്ക് കണ്ടുപിടിക്കുക, CP ഇൻറ്റു T2' - T1. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും, കംപ്രസർ വർക്ക് ഈസ് ഈക്വൽ ടു 222.21 into 10⁻³ ജൂൾ പെർ കിലോഗ്രാം ഓഫ് എയറിനാണ് കാൽക്കുലേഷൻ. അടുത്തത് ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ. ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ എങ്ങനെ കണ്ടുപിടിക്കുക, മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ
ബൈ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ഇൻറ്റു കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂൽ ചെയ്താൽ എന്ത് കിട്ടി? ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് എയർ കിട്ടി. MA/mf 80 തന്നിട്ടുണ്ട്. അതുകൊണ്ട് MF/m എന്ന് പറയുന്നത് 1/80 ഇൻറ്റു കലോറിഫിക് വാല്യൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഹീറ്റ് സപ്ലൈഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ കിലോഗ്രാം ഓഫ് എയർ കിട്ടി. ഓക്കെ, ഹീറ്റ് ഇൻപുട്ടിന് ഒരു ഇക്വേഷൻ കൂടിയുണ്ട്. അതെന്താണ്? CP ഇൻറ്റു T3 മൈനസ് T2 ഡാഷ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്ത് എന്ത് കിട്ടും? Qin ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. ഇതിലാകെ അൺനോൺ ആരേ ഇല്ലൂ? T3 മാത്രമേ അൺനോൺ ആയിട്ടില്ലൂ. Qin അറിയാം, CP അറിയാം, T2 ഡാഷും കിട്ടിയിട്ടുണ്ട്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? T3 ഈസ് ഈക്വൽ ടു 1046.49 കെൽവിൻ. ഓക്കെ, ഇനി അടുത്തത് T4 ഡാഷ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. T4 ഡാഷിൻ്റെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം 4ൻ്റെ ടെമ്പറേച്ചർ അറിഞ്ഞിട്ട് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഓഫ് ടർബൈൻ വെച്ചാലേ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം 4ലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. പ്രോസസ് 3-4 ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. അതുകൊണ്ട് ഏത് റിലേഷൻ അപ്ലൈ ചെയ്യുക? അഡയബാറ്റിക് റിലേഷനായ P/T⁻⁴ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന റിലേഷൻ അപ്ലൈ ചെയ്യുക. പ്രോസസ് 3-4ന് അതൊരിക്കലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അതൊരു അഡയബാറ്റിക് പ്രോസസ്സ് അല്ല. പ്രോസസ് 3-4 ഡാഷിന് ഒരിക്കലും ആ റിലേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അത് അഡയബാറ്റിക് പ്രോസസ്സ് അല്ലാത്തതുകൊണ്ട് 3-4 എന്താണ്? അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് ആണ്. അതുകൊണ്ട് P/T⁻⁴ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? P3/T3⁻⁴ ഈസ് ഈക്വൽ ടു P4/T4⁻⁴ സോൾവ് ചെയ്താൽ അതിൽ ഒരു അൺനോൺ മാത്രമേ ഇല്ലൂ, T4. സോൾവ് ചെയ്താൽ എത്ര കിട്ടും? T4 ഈസ് ഈക്വൽ ടു 660.74 കെൽവിൻ. ഇനി 4 ഡാഷിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് കറസ്പോണ്ടിങ് പ്രോസസ്സാണ്, ടർബൈൻ്റെ പ്രോസസ്സാണ്. അതിൻ്റെ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വേണം. അതായത് ηT ഈസ് ഈക്വൽ ടു ആക്ച്വൽ വർക്ക് ഔട്ട്പുട്ട് ബൈ ഐസെൻട്രോപ്പിക് വർക്ക് ഔട്ട്പുട്ട്. ടർബൈൻ എഫിഷ്യൻസി 85% തന്നിട്ടുണ്ട്. T3ലെ ടെമ്പറേച്ചർ അറിയാം, 4ലെ ടെമ്പറേച്ചർ അറിയാം, ഒരു അൺനോൺ മാത്രമേ ഇല്ലൂ, T4 ഡാഷാണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? T4 ഡാഷ് ഈസ് ഈക്വൽ ടു 718.60 കെൽവിൻ. അടുത്തത് ടർബൈൻ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? CP ഇൻറ്റു T3 മൈനസ് T4 ഡാഷ് ചെയ്ത് എന്ത് കിട്ടും? ടർബൈൻ വർക്ക് പെർ കിലോഗ്രാം ഓഫ് എയർ കിട്ടും. എല്ലാ വാല്യൂസും നോൺ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? WT ഈസ് ഈക്വൽ ടു 329.53 ഇൻറ്റു 10⁻³ ജൂൾ പെർ കിലോഗ്രാം. ടർബൈൻ വർക്കും കിട്ടി, കംപ്രസർ വർക്കും കിട്ടി. ഇനി എന്ത് ചെയ്യുക? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് പെർ കിലോഗ്രാം ഓഫ് എയർ. WNet ഈസ് ഈക്വൽ ടു WT മൈനസ് WC 107.32 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് എയറിലാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് തെർമൽ എഫിഷ്യൻസി ഓഫ് സൈക്കിൾ കണ്ടുപിടിക്കാനുള്ളത്. തെർമൽ എഫിഷ്യൻസിയും പവർ ഡെവലപ്ഡ് ആണ്. എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റായിട്ട് WNet/Qin. രണ്ടിൻ്റെ WNetൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്, അല്ലെങ്കിൽ ജൂൾ പെർ കിലോഗ്രാം ആണ്. Qനും ജൂൾ പെർ കിലോഗ്രാം ആണ്. പെർ കിലോഗ്രാം ഓഫ് എയർ ആണ്. ഡയറക്റ്റ് രണ്ട് വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. 107.32/525 ചെയ്താൽ എന്ത് കിട്ടും? 20.44% കിട്ടും. ഇനി പവർ ഡെവലപ്ഡ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടിലാണ് വേണ്ടുന്നത്. അതുകൊണ്ട് എന്ത് വേണം? മാസ് ഫ്ലോ റേറ്റിനെ കൊണ്ട് WNetനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? പവർ കിട്ടി. ഓക്കെ, ടോട്ടൽ ഇവിടെ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ പ്ലസ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ. എന്ത് ചെയ്യുന്നു? മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയറിനെ പുറത്തെടുത്താൽ 1 പ്ലസ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫ്യൂവൽ ബൈ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ തന്നിട്ടുണ്ട് 3 ആണ്. എയർ ഫ്യൂവൽ റേഷ്യോ അറിയാം 80 ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 3 ഇൻറ്റു 1 പ്ലസ് 1/80 ഇൻറ്റു 107.32 ഇൻറ്റു 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 325.98 കിലോ വാട്ട് കിട്ടും. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ടർബൈൻ്റെയോ അല്ലെങ്കിൽ കംപ്രസറിൻ്റെയോ എഫിഷ്യൻസി തരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതെന്തായിരിക്കും? ആക്ച്വൽ ബ്രേട്ടൺ സൈക്കിൾ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്.